മത്സ്യകൃഷി ചെയ്യാനായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മത്സ്യകൃഷി ചെയ്യുമ്പം ഈ ചെറിയ ഒരു കുളം ഉണ്ടാക്കി വെച്ചാൽ അതിനകത്ത് മീനിട്ട് വളർത്താൻ പറ്റത്തില്ല. ഇതുപോലെ അറ്റ്ലീസ്റ്റ് വലിയ കുളങ്ങളുണ്ടെങ്കിൽ മാത്രമേ നമുക്കതൊരു വയബിൾ ആകത്തുള്ളൂ ഒരു മത്സ്യകൃഷി ചെയ്താൽ. ചിലരൊക്കെ ഇത് വന്ന് കണ്ടേച്ച് ഭയങ്കരമായിട്ട് ഒരു ഒരു ആവേശം വന്നിട്ട് അവർ പോയി തുടങ്ങും. ഒരു 2 മാസം 3 മാസം അല്ലെങ്കിൽ 6 മാസം കഴിയുമ്പോഴത്തേക്ക് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പോയി കഴിഞ്ഞാൽ പിന്നെ ആ കുളവും അവിടെ വെറുതെ കിടക്കും, അത് കുളമായിട്ട് അവിടെ കിടക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ വരാതെ ചെയ്യാവുന്നുണ്ടെങ്കിൽ അതിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് നമുക്ക് ചെയ്യാമെങ്കിൽ മാത്രമേ മത്സ്യകൃഷി ചെയ്യാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ അത് നമുക്ക് ഒരിക്കലും അതൊരു ലാഭകരമായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഈ മത്സ്യക്കുഞ്ഞുങ്ങളെ തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? മത്സ്യക്കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പം മത്സ്യക്കുഞ്ഞുങ്ങളെ എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നേരത്തെ പറഞ്ഞ പോലെ ഗിഫ്റ്റ് ജനറ്റിക്കലി ഇംപ്രൂവ്ഡ് ഫാംഡ് തിലോപ്പിയയുടെ കുഞ്ഞുങ്ങളെ ഇവിടെ പന്നിവേലിച്ചിറയിൽ ഹാച്ചറി ഉണ്ട്, അവിടെ നിന്നാണ് നമ്മൾ ഈ സാധനത്തിനെ കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ആലപ്പുഴയുണ്ട്, പമ്പ ഹാച്ചറിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ കൊണ്ടുവന്ന് ഇവിടെ വളർത്തി ഈ 7 മാസം മുതൽ 10 മാസത്തിനകം നമുക്ക് ഇതിനെ പിടിച്ച് എടുക്കാൻ പറ്റും. ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് കരിമീനെക്കാട്ടിലും ടേസ്റ്റാണ് ഈ തിലോപ്പിയ എന്ന് പറയുന്ന ആ സാധനം. ഏകദേശം പലയിടത്തും ഈ കരിമീൻ എന്ന് പറഞ്ഞ് തിലോപ്പിയ തന്നെയാണോ കൊടുക്കുന്നതെന്ന് പോലും നമുക്ക് സംശയമുണ്ട്. എത്ര മാസം കൊണ്ട് ഈൽഡ് കിട്ടും? അത് ഞാൻ പറഞ്ഞത് 7 മുതൽ 10 മാസം വരെ നമുക്ക് അതിൻ്റെ ഇത് എടുക്കാൻ പറ്റും.